friends, welcome to my YouTube channel Kadala Curry. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഒരു കടലക്കറി റെസിപ്പിയാണ്. ഇതൊരു സിമ്പിൾ കറിയാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം പുട്ടിനും പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 240 ml കപ്പാണ്. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമുള്ള മെഷർമെൻ്റാണ് 2 കപ്പ്. കടല അങ്ങനെയുള്ളതൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ കടലേക്ക മുകളിൽ നിൽക്കണം വെള്ളം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കടല വേവിക്കാൻ വെക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കടലൊക്കെ വെന്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റേത് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 ചെറിയുള്ളി എടുത്തിട്ട് നടുവെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു 1/2 കഷ്ണം സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളി കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. അത് ഒരു നടുമുറിച്ചതാണ് ഇത്. ഇനിയിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4 പീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നാളികേരവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ചേർത്ത പൊടികളുടെയൊക്കെ ആ റോ ടേസ്റ്റ് എല്ലാം മാറി നല്ല പാകമായിട്ട് വരണം. അതുവരെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ആ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ടാവും. ഈ ടൈമിൽ 4 അല്ലി വേപ്പില കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി എടുത്താൽ മതി. ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അധികം ടൈമൊന്നും എടുക്കില്ല. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂടാറിയ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സ് ചേർത്തിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് എത്ര വെള്ളം വേണോ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. ഞാൻ ആ മിക്സിയിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് എത്ര വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയുള്ള കറിയാണ്. ഈ കറി ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും എരിവോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മറ്റേത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതൊക്കെ പൊട്ടി വരണം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണേ.
അപ്പോൾ എല്ലാവർക്കും കടലക്കറി റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.